മൂന്ന് സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധന നിർണായക വഴിത്തിരിവുകളിലേക്ക് നീങ്ങുന്നു. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കത്തിച്ച നിലയിൽ വാച്ചിന്റെ ഭാഗങ്ങളും ഭിത്തിയിലും തറയിലും രക്തക്കറകളും കണ്ടെത്തി. ഇത് കാണാതായ സ്ത്രീകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ കേസാണ് ഈ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ ക്രൈംബ്രാഞ്ചിനെ സഹായിച്ചത്. ഈ കേസിന്റെ അന്വേഷണത്തിനിടയിൽ സെബാസ്റ്റ്യന് ഹയറുമ്മ, ജൈനമ്മ എന്നീ മറ്റു സ്ത്രീകളെയും കാണാതായ കേസുകളുമായി ബന്ധമുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചു. ഇതോടെ മൂന്ന് കേസുകളുടെയും അന്വേഷണം സംയോജിപ്പിച്ച് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തുള്ള വീട്ടിലും സുഹൃത്ത് റോസമ്മയുടെ ചേർത്തലയിലെ വീട്ടിലും ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയത്. പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പ്രാഥമിക പരിശോധന നടത്തിയത്. 10 മീറ്റർ വരെ ആഴത്തിലുള്ള അസ്വാഭാവിക വസ്തുക്കൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയത്. വീടിന്റെ തെക്ക് ഭാഗത്തും വടക്കു കിഴക്ക് ഭാഗത്തുമുള്ള 12 ഇടങ്ങളിൽ കുഴിച്ച് പരിശോധിച്ചു. ഈ പരിശോധനയിലാണ് അടുപ്പിൽ നിന്ന് കാണാതായ ജൈനമ്മയുടേതെന്ന് സംശയിക്കുന്ന വാച്ചിന്റെ ഭാഗങ്ങൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പുറമെ ഭിത്തിയിലും തറയിലുമായി രക്തക്കറയുടെ സാന്നിധ്യവും ഒരു ജോഡി റബ്ബർ ചെരുപ്പും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഈ തെളിവുകൾ കേസിൽ നിർണായകമായേക്കാം. റോസമ്മയുടെ വീട്ടുവളപ്പിലും ക്രൈംബ്രാഞ്ച് സംഘം ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി. റോസമ്മയുടെ വീട്ടിൽ കോഴിയെ വളർത്താനായി കെട്ടിയ ഷെഡിൽ നിന്ന് ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു.